ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കുറേ ആയിട്ട് വീഡിയോ ഇടായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ യൂട്യൂബിൽ വീഡിയോ ഒന്നും കാണുന്നില്ല. അപ്പം കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടാളെയാണ്. അങ്ങനെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഞാനിന്ന് ആദ്യമായിട്ടാണ് 20 ആൾക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ട് മസാലപ്പൊടികളാണെങ്കിലും ഉള്ളി തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണ ബിരിയാണി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 വെളുത്തുള്ളിയും പിന്നെ 20 പച്ചമുളക്, ഇന്ത്യൻ്റെ കേട്ടോ പച്ചമുളക് നല്ല എരിവാണ്, അതുകൊണ്ട് 20 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊക്കെ തൊലി കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2.5 കിലോ ചിക്കനാണ് കേട്ടോ, ഫ്രഷ് ചിക്കന് ബിരിയാണിക്ക് തന്നെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്യേണ്ട ആൾ ഉറങ്ങണീക്കണം അത്ര. അപ്പോൾ ഇത് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ ഉള്ളിയും പിന്നെ 7 തക്കാളിയാണ് കേട്ടോ, 6 എണ്ണം എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനത് കട്ട് ചെയ്തപ്പോൾ അത് മതിയാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വലിപ്പമുള്ളൊരു തക്കാളി. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ആൾ എണീച്ച് വന്നിട്ടുണ്ട്. കട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് റിയോ ആണ്. വേഗം ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് തരും. റിയോ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കരുതി എന്നാൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പം നമ്മളിങ്ങനെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല രാവിലെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഉറങ്ങിണീക്കാൻ തന്നെ 9:30-10 മണിയായിരുന്നു. അപ്പോൾ അന്നേരം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാല ആക്കാൻ വലിയ പണിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യലല്ലേ പണി. അപ്പോൾ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നീരുള്ളത് കൊണ്ടാണ് 2 ചെറുനാരങ്ങ എടുത്തത്. ഞാൻ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 2 എണ്ണം തന്നെ ആക്കിയപ്പോൾ നല്ല നീരുണ്ട്, അതുകൊണ്ട് 2 എണ്ണം മാത്രം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മുറ്റത്ത് നിന്നാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ മുറ്റത്ത് നിന്ന് ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കൽ, പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ കേട്ടോ. നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പുറത്താണല്ലോ, അവിടെ നേർച്ച പിന്നെ പള്ളിയിലെ കുട്ടിക്ക് ചോറ് കൊടുക്കൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അയൽവാസികളൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പൊക്കെയാണ്. ഇപ്പോഴാണ് എനിക്കറിയില്ല, മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ എല്ലാവരും ഒത്തുകൂടും. അന്നേരം മുറ്റത്ത് നിന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് അങ്ങനെയൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഫീലൊക്കെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ റിയോനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, നമ്മളെല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം ഒത്തുകൂടി കഴിഞ്ഞ് നമ്മളിങ്ങനെ മുറ്റത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം. കാരണം ഒരുപാട് നാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു, നമ്മൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ തന്നെ ഇരിക്കും, പുറത്തിറങ്ങും, നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ഈ 4 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പം ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വില്ല കിട്ടിയത്, നമ്മളേതായിട്ടുള്ളൊരു വില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ പറയുകയും ചെയ്തിട്ട് നിങ്ങളെ മുറ്റത്തുനിന്ന് എന്ത് വേണ്ടിക്കും ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ആക്കാൻ വേണ്ടിയിട്ട്. ചേച്ചൂട്ട് എനിക്കെല്ലാം അത്ഭുതം, ചേച്ചൂട്ട് 2.5 മാസം എത്തിയിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, ഇതൊന്നും ഓന് കണ്ടിട്ടേ ഇല്ലല്ലോ, നാട്ടിലാണെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ കാണുക. അപ്പോൾ എനിക്ക് ആ തീ എന്താന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. തീ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചൂടാവുക അങ്ങനെ ആവുക അതൊന്നും എനിക്കറിയുന്നില്ല. ഓന് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ അടുപ്പിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുക, കല്ലുമ്മലൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് മസാല ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിൽ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുത്തു. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ചേർത്ത് വീണ്ടും കുറേ സമയം ഇങ്ങനെ മിക്സ് ചെയ്തു. അതിനുശേഷം അതിൻ്റെയൊക്കെ ഒരു പച്ച ചുവയില്ലേ അതൊക്കെ മാറുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ പൊടികൾ ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 ടീസ്പൂൺ ഗരം മസാല. ചേച്ചി വന്ന് കേട്ടോ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്, കാരണം ഓനിക്കും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓൻ്റെ അബ്ബ എല്ലാത്തിനും സമ്മതിക്കും, എല്ലാം ചെയ്യാൻ വിടും. അപ്പോൾ പിന്നെ ഓന് 4 ടീസ്പൂണ് ഗരം മസാല ഇട്ടു. പിന്നെ അതിനുശേഷം 4 ടീസ്പൂണ് കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം പൊടി, പിന്നെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിനുശേഷം പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീരും ചേർത്തു. അതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അവിടെ അടച്ച് വെച്ച് കൊടുത്തു. നമ്മൾ കുക്കറിലാക്കുന്ന പോലെയല്ല, ഇതുപോലെ ചെമ്പിലാക്കുമ്പം പ്രത്യേക ഒരു മണവും ടേസ്റ്റും അല്ലാന്ന് കേട്ടോ. മസാലയൊക്കെ നമ്മളെ കല്യാണത്തിൻ്റെ ഒക്കെ മസാലൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും പുതിന ചപ്പും പിന്നെ കറിവേപ്പിലയൊക്കെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത്, പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത്. അപ്പോൾ ഇതാ നമ്മളെ മസാല റെഡി. അടുത്ത പരിപാടി ചോറുണ്ടാക്കലാന്ന് കേട്ടോ. ചോറുണ്ടാക്കാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, 2 തളാഴ്ച ചോറ് റെഡിയാണ്. അപ്പോൾ ഞാൻ ബസുമതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. 4 കിലോ ബസുമതി റൈസ് കൊണ്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. 20 ആൾക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഇതാ 4 കിലോത്തിന് ഞാൻ 8 ടേബിൾ സ്പൂണ് ഓയിലും പിന്നെ 4 ടേബിൾ സ്പൂണ് നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം കട്ട് ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. ഉള്ളി നല്ലോണം ഇങ്ങനെ കരിയ പോലെ ഒന്നാക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് ആ കപ്പിന് വെള്ളം എടുത്താൽ മതി കേട്ടോ. ഞാൻ 1 കിലോൻ്റെ കപ്പിലാണ് അരി അളന്നിട്ടുണ്ടായിരുന്നു. അതേ കപ്പിൽ ഞാൻ 7 കപ്പാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഈ ചെമ്പ് ഞാൻ ഇങ്ങനെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ചോറ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ചോറ് എന്നല്ല, എന്തെങ്കിലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എനിക്കിഷ്ടം. എനിക്കിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതിനോട് ഇഷ്ടമല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുകയെന്ന്. കാരണം ഞാൻ വളർന്നു വന്നതേ ഇതൊക്കെ കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഇങ്ങനെയുള്ളതൊക്കെ. അപ്പം ഇതാ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസുമതി റൈസ് കഴുകി 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ ചോറ് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചോറായപ്പെടുന്ന ചേച്ചി പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നത് ബിരിയാണി വേണമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വേഗം കുറച്ച് നെയ്ച്ചോറും മസാലയൊക്കെ എടുത്തിട്ട് എനിക്ക് ചോറ് വാരി കൊടുക്കാൻ നിന്ന് വിവിധ ദമ്മിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറുണ്ടാക്കിയ അതേ ചെമ്പിൽ തന്നെ ദമ്മിട്ടത് ചോറെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കി, എന്നിട്ട് അതൊന്ന് കഴുകി അതിനുശേഷം അടിഭാഗത്ത് മസാല ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചോറും ഇട്ട് പിന്നെ മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുത്തു. പിന്നെ പുതിനയും മല്ലിച്ചപ്പും അതും മുകളിലായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ദമ്മിട്ടത്. ഉള്ളി പൊരിച്ചു കോരിയിട്ടില്ല, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒന്നും പൊരിച്ചു കോരിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ അറബി വീട്ടിൽ നിന്നെല്ലാം നോമ്പ് തുറക്കാൻ ഫുഡ് കിട്ടലുണ്ട്. അപ്പോൾ അതിലൊന്നും അങ്ങനെ കാണില്ല. അപ്പം ഞാൻ റിയുവിനോട് പറഞ്ഞു, അഥവാ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ട് ഉണ്ടെങ്കിലോ ഉള്ളിയൊക്കെ പൊരിച്ചിട്ട്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കി. പിന്നെ റിയു ഡ്രസ്സൊക്കെ മാറ്റാൻ പോയപ്പോൾ ഞാൻ പാർസലുണ്ട് ഇതൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഈത്തപ്പഴം എടുത്ത് വെച്ച്. അപ്പോഴേക്ക് റിയു വന്നിട്ട് പാർസൽ ചെയ്യാൻ നിന്ന് കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ ലബനപ്പും വെള്ളവും ഈത്തപ്പഴവും പിന്നെ ഓറഞ്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി, എനിക്കെന്തോ വർക്ക് ഉണ്ടായിട്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു ഇനി ഓറഞ്ച് എടുക്കുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും, കാരണം 6 മണിക്ക് ഇതും കൊണ്ട് പോകണം, 6:28 വാങ്ങ്. അപ്പം ഞാൻ കുക്കുട്ടിനോട് പറഞ്ഞു എന്നാൽ വേണ്ട, ലബനപ്പും വെള്ളവും മാത്രം മേടിച്ചു വന്നു പറഞ്ഞു. അങ്ങനെ കുക്കുട്ടി പറഞ്ഞു ഓക്കെ ഞാൻ വരുമ്പം അത് കൊണ്ടുവരാം, ഓറഞ്ച് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിത് ആർക്കാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുക, അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം അത് വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ആർക്കും കൊടുക്കുന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നവരെയുള്ളതേ ഞാൻ കാണിക്കുന്നുള്ളൂ. റിയുവിനോട് പറഞ്ഞു 6 മണിയാകുമ്പോഴത്തേക്ക് നമുക്കെല്ലാം റെഡിയാക്കി വെക്കണമെന്ന്. അതുപോലെ തന്നെ 5:58 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെല്ലാം വണ്ടിയിലെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിന്. കാരണം നമ്മളിവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളെ ചോറൊക്കെ തീർന്ന് നമ്മൾ വേഗം തിരിച്ചു വന്ന്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കണമല്ലോ. ഞാനിവിടെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, കഴിഞ്ഞ വർഷവും ഈ വർഷവും. കാരണം കഴിഞ്ഞ വർഷം മുതൽ നമ്മളെ ഷോപ്പിൻ്റെ മുമ്പിലൊരു അറബി വീട് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എപ്പോഴും നോമ്പ് തുറക്കേണ്ടതൊക്കെ കൊണ്ടുതരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കലില്ല, വെറും ലൈമും ജ്യൂസും മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ അതും 2-3 തരം ഫുഡ് ഉണ്ടാവും കേട്ടോ നമുക്ക് അവർ തരുന്നത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കലില്ല, ലൈമും ജ്യൂസും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ, ബൈ.